ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രിയോടെ കാർവാർ തുറമുഖത്തെത്തും. നാളെ വൈകിട്ടോടെ ഷിരൂരിലെ അപകട സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷിക്കുന്നതായി ഡ്രഡ്ജിംഗ് കമ്പനി ഉടമ പറയുന്നു. കെ.ബി. ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, ഇതിപ്പോൾ അർജുനു വേണ്ടി എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന ഒരു യുക്തി എത്രത്തോളമാണെന്ന് അറിയില്ല. എങ്കിൽ പോലും തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഡ്രഡ്ജർ പുറപ്പെടുകയും ചെയ്തു. എപ്പോഴേക്ക് എത്തിച്ചേരും? എന്താണ് ഇവരിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അക്ഷയ്, ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ പുറപ്പെട്ട് ഇന്ന് വൈകിട്ടോടുകൂടി കാർവാർ തുറമുഖത്തേക്ക് ഈ ഡ്രഡ്ജർ എത്തും. ഇന്ന് അവിടെ ഒരു അവലോകന യോഗവും നടക്കുന്നുണ്ട്. നാളെ ഡ്രഡ്ജിംഗ് കമ്പനി ഉടമകളുമായി ചേർന്നിട്ടുള്ള യോഗമൊക്കെ നടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഷിരൂരിലേക്ക് പുറപ്പെടുക. ഏതായാലും 10 മണിക്കൂറെങ്കിലും കാർവാറിൽ നിന്ന് ഷിരൂരിലേക്ക് എത്താൻ എടുക്കുമെന്നുള്ളതാണ് ഈ കമ്പനി ഉടമ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ മറ്റന്നാൾ മാത്രമേ ഈ തിരച്ചിൽ തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ട നമ്മൾ ലോറി ഉണ്ട് എന്ന സിഗ്നലുകൾ ലഭിച്ച ആ മൺതിട്ടയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുള്ളിൽ നിന്ന് ലോറി കണ്ടെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ അക്ഷയ് സൂചിപ്പിച്ച പോലെ തന്നെ അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിലേതായാലും വളരെ വൈകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാസം M.K. രാഘവൻ MP-യും A.K. അഷ്റഫ് MLA-യും അതുപോലെ തന്നെ അർജുന്റെ ബന്ധു ജിതിനുമൊക്കെ കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ കണ്ടതിന് പിന്നാലെയാണ് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് പോയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥ വളരെ മോശമായിരുന്നു അവിടെ. ഇപ്പോൾ കാലാവസ്ഥ കൂടി അനുകൂലമായ സ്ഥിതിയുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയോളം ചിലവാണ് ഈ ഡ്രഡ്ജിങ്ങിന് ഉണ്ടാവുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രഡ്ജർ പുറപ്പെട്ടിരിക്കുന്നു ഗോവ തുറമുഖത്ത് നിന്നുള്ളതാണ്.